വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മിൽക്ക് ഡയറി ടെക്നോളജി ക്ലാസ്സിലത്തെ കണ്ടിന്യൂഷൻ ക്ലാസ് തന്നെയാണ് എടുക്കുന്നത്. ടെസ്റ്റ് ഫോർ മിൽക്ക് ക്വാളിറ്റിയിൽ വരുന്ന ഫിസിക്കൽ ടെസ്റ്റുകളും അതുപോലെ തന്നെ കെമിക്കൽ ടെസ്റ്റുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. മിൽക്ക് ക്വാളിറ്റി റെഫേഴ്സ് ടു ദ സേഫ്റ്റി, ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് എസ്തെറ്റിക് അപ്പീൽ ഓഫ് മിൽക്ക്. ഈ ഒരു മിൽക്കിൻ്റെ എസ്തെറ്റിക് അപ്പീൽ, ന്യൂട്രീഷണൽ വാല്യൂ, സേഫ്റ്റി ഇതിനെയൊക്കെ റെഫർ ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മിൽക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതാണ് മിൽക്ക് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മിൽക്കിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. കളറ് ഒരു വൈറ്റോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളറോ ആയിരിക്കും. ടെക്സ്ചർ എന്ന് പറയുന്നത് സ്മൂത്തോ അല്ലെങ്കിൽ സ്മൂത്ത് ക്രീമി ആയിരിക്കും. ഓഡർ സ്വീറ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ലൈറ്റ്ലി നട്ടി ആയിരിക്കും. ദെൻ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്, അതായത് 39 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ ബിലോ ആണ് വരേണ്ടത്. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ pH 6.5 to 6.7 ആയിരിക്കും. ഫാറ്റ് കണ്ടൻറ്റ് 3.5 to 4.5% ആണ്. അത് ടൈപ്പിനനുസരിച്ചിട്ട് വാരി ചെയ്യുന്നതാണ്. ദെൻ പ്രോട്ടീൻ കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 8 to 9% ആണ് പ്രോട്ടീൻ കണ്ടൻറ്റ് വരുന്നത്, അതും ടൈപ്പിനനുസരിച്ചിട്ട് വാരി ചെയ്യുന്നതാണ്. ദെൻ ലാക്ടോസ് കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ 4.5 to 5% ആണ് വരുന്നത്. ദെൻ സൊമാറ്റിക് സെൽ കൗണ്ട് അല്ലെങ്കിൽ SCC ആണെങ്കിൽ അത് ലെസ് ദാൻ 2 lakh സെൽ പെർ ml ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മൈക്രോബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൽ ടോട്ടൽ ബാക്ടീരിയൽ കൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ TBC എന്ന് പറയുന്നത് ലെസ് ദാൻ 10,000 CFU per ml ആയിരിക്കണം. കോളിഫോം കൗണ്ട് ആണെങ്കിൽ ലെസ് ദാൻ 10 CFU per ml ആയിരിക്കണം. എസ്ട്രീഷ്യ കോളി എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയിരിക്കണം. സാൽമോണല്ല എന്ന് പറയുന്നതും ആബ്സെൻ്റ് ആയിരിക്കണം. ആ ഒരു ഓർഗാനിസം ആബ്സെൻ്റ് ആയിരിക്കണം. ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ് ഇതും ആബ്സെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് മൈക്രോബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സേഫ്റ്റി പാരാമീറ്റേഴ്സ് ആണ്. ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ പാലിൽ ഉണ്ടായിരിക്കാൻ പാടില്ല, മിൽക്കിൽ ആബ്സെൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ ആബ്സെൻ്റ് ആയിരിക്കണം. ഹെവി മെറ്റൽ കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വിതിൻ സേഫ് ലിമിറ്റ് ആയിരിക്കണം. ദെൻ റേഡിയോളജിക്കൽ കണ്ടാമിനൻസ് ഉണ്ടെങ്കിൽ അത് ആബ്സെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു മിൽക്കിൻ്റെ സേഫ്റ്റി പാരാമീറ്റേഴ്സിൽ വരുന്നത്. ന്യൂട്രീഷണൽ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇതിൽ വൈറ്റമിൻ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. ഏതൊക്കെ വൈറ്റമിനാണ്? വൈറ്റമിൻ A, D, E, K, B12 ഇതെല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ മിനറൽ കണ്ടൻറ്റിൽ വരുന്നത് കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ്, മഗ്നീഷ്യം, ദെൻ ഫാറ്റി ആസിഡ് പ്രൊഫൈൽ ഇതെല്ലാം ഈ ഒരു മിൽക്കിൽ ഉള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മിൽക്കിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ വോൾ മിൽക്ക് ഉണ്ട്, ലോ ഫാറ്റ് മിൽക്ക് ഉണ്ട്, സ്കിം മിൽക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഓർഗാനിക് മിൽക്ക് ഉണ്ട്, കൂടാതെ അൾട്രാ പാസ്ചറൈസ്ഡ് മിൽക്ക് UHT, അതുപോലെ തന്നെ A2 മിൽക്ക്, അതായത് ഫ്രം കൗസ് വിത്ത് A2 ബീറ്റ കേസിൻ ജീൻ ഉള്ള പശുവിൽ നിന്നുള്ള പാല്, അതാണ് A2 മിൽക്ക്. ദെൻ നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മിൽക്ക് ക്വാളിറ്റിയാണ്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് മിൽക്കിൻ്റെ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നത്? കൗ ബ്രീഡ് ആൻഡ് ജെനറ്റിക്സ്. കൗവിൻ്റെ ബ്രീഡും അതുപോലെ തന്നെ ജെനറ്റിക്സും മിൽക്ക് ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഫീഡ് ക്വാളിറ്റി ആൻഡ് ന്യൂട്രീഷൻ. ഫീഡ് ക്വാളിറ്റിയും ന്യൂട്രീഷനും ഇതുപോലെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. മിൽക്കിംഗ് ഹൈജീൻ ആൻഡ് എക്യുപ്മെൻറ്റ്, സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കണ്ടീഷൻസ്, പ്രോസസ്സിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് പ്രാക്ടീസസ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു മിൽക്കിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മിൽക്ക് ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് സെൻസറി ഇവാലുവേഷൻ ആണ് ഒരു ടെസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. ദെൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അനാലിസിസ്, മൈക്രോബയോളജിക്കൽ അനാലിസിസ്, ക്രൊമറ്റോഗ്രാഫിയിൽ വരുന്നത് HPLC ആണ്. ദെൻ സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്നത് NIR ആണ്. അതിനൊരു എക്സാമ്പിൾ വരുന്നത് NIR ആണ്. Milk quality testing involves evaluating milk's physical, chemical and microbiological properties to ensure safety and quality. അപ്പോൾ ഈ മിൽക്കിൻ്റെ സേഫ്റ്റി അതുപോലെ തന്നെ ക്വാളിറ്റീനെ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മിൽക്കിൻ്റെ മിൽക്കിൻ്റെ ഫിസിക്കൽ, കെമിക്കൽ, മൈക്രോബയോളജിക്കൽ പ്രോപ്പർട്ടീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ മിൽക്ക് ക്വാളിറ്റി ടെസ്റ്റിങ്ങിൽ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് മിൽക്ക് ക്വാളിറ്റി ടെസ്റ്റുകൾ നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? ടെമ്പറേച്ചർ ടെസ്റ്റിംഗ് വരുന്നുണ്ട്, pH ടെസ്റ്റിംഗ് വരുന്നുണ്ട്, ഡെൻസിറ്റി ടെസ്റ്റിംഗ് വരുന്നുണ്ട്, വിസ്കോസിറ്റി ടെസ്റ്റിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെഡിമെൻറ്റ് ടെസ്റ്റിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5 ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു? ടെമ്പറേച്ചർ ടെസ്റ്റിംഗ്, pH ടെസ്റ്റിംഗ്, ഡെൻസിറ്റി ടെസ്റ്റിംഗ്, വിസ്കോസിറ്റി ടെസ്റ്റിംഗ്, സെഡിമെൻറ്റ് ടെസ്റ്റിംഗ്. കെമിക്കൽ ടെസ്റ്റിൽ വരുന്ന ടെസ്റ്റുകൾ 5 ടെസ്റ്റ് തന്നെയാണ് അതിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാറ്റ് കണ്ടൻറ്റ് ടെസ്റ്റിംഗ് ആണ്. അതിൽ വരുന്നതാണ്
ഗർബർ അല്ലെങ്കിൽ ബാബ്കോക്ക് മെത്തേഡ്. ദെൻ പ്രോട്ടീൻ കണ്ടൻറ്റ് ടെസ്റ്റിംഗ് വരുന്നുണ്ട്. അതിൽ വരുന്ന 2 മെത്തേഡ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ലാക്ടോസ് കണ്ടൻറ്റ് ടെസ്റ്റിംഗ് വരുന്നുണ്ട്. 4ാമതായിട്ട് വരുന്നത് സൊമാറ്റിക് സെൽ കൗണ്ട് ടെസ്റ്റിംഗ് ആണ്. ദെൻ 5ാമതായി പറയുന്നത് ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ ടെസ്റ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞ് പറയുന്നത് മൈക്രോബയോളജിക്കൽ ടെസ്റ്റാണ്. അപ്പോൾ അതിൽ വരുന്നത് ടോട്ടൽ ബാക്ടീരിയൽ കൗണ്ട്, TBC ടെസ്റ്റിംഗ്, കോളിഫോം കൗണ്ട് ടെസ്റ്റിംഗ്, എസ്ട്രീഷ്യ കോളൈ കോളൈ ടെസ്റ്റിംഗ്, സാൽമോണല്ല ടെസ്റ്റിംഗ്, ലിസ്റ്റീരിയ മോണോസൈറ്റോജൻ ടെസ്റ്റിംഗ്. ഇത് കൂടാതെയും കുറേ ടെക്നിക്കുകൾ അല്ലെങ്കിൽ ടെസ്റ്റുകൾ വരുന്നുണ്ട് ഈ ഒരു മിൽക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതർ മറ്റു ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മിൽക്ക് കോമ്പോസിഷൻ അനാലിസിസ്, അതിൽ വരുന്നത് ഗ്യാസ് ക്രോമറ്റോഗ്രാഫിയും അതുപോലെ തന്നെ ഗ്യാസ് ക്രോമറ്റോഗ്രാഫിയാണ്. ദെൻ അഫ്ലാടോക്സിൻ ടെസ്റ്റിംഗ് വരുന്നുണ്ട്, പെസ്റ്റിസൈഡ് റെസിഡ്യൂ ടെസ്റ്റിംഗ് വരുന്നുണ്ട്, ഹെവി മെറ്റൽ ടെസ്റ്റിംഗ്, റേഡിയോളജിക്കൽ ടെസ്റ്റിംഗ്. ഇതെല്ലാം ഈ ഒരു മിൽക്കിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന ടെസ്റ്റുകൾ തന്നെയാണ്. അടുത്തത് ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് പറയുന്നത്. എന്തൊക്കെ മെത്തേഡുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നോക്കാം. സ്പെക്ട്രോ ഫോട്ടോമെട്രി, എക്സാമ്പിൾ NIR, UV സ്പെക്ട്രോഫോട്ടോമെട്രി വരുന്നുണ്ട്. ദെൻ ക്രോമറ്റോഗ്രാഫി വരുന്നുണ്ട്, HPLC, അതുപോലെ തന്നെ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി വരുന്നുണ്ട്, ഇലക്ട്രോഫോറസിസ്, പിന്നെ PCR വരുന്നുണ്ട്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ELISA, അപ്പോൾ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേ. ഇതൊക്കെയാണ് ഇവിടെ ടെസ്റ്റിംഗ് മെത്തേഡായിട്ട് വരുന്നത്. ടെസ്റ്റിംഗ് ഫ്രീക്വൻസി, റുട്ടീൻ ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഡെയിലി, വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ചെയ്യുന്നതാണ് റുട്ടീൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ സ്പെഷ്യൽ ടെസ്റ്റിങ്ങും വരുന്നുണ്ട്. അവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആഫ്റ്റർ മിൽക്ക് കളക്ഷൻ, അതുപോലെ തന്നെ ഡ്യൂറിങ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ബിഫോർ പാക്കേജിങ് ഒക്കെ വരുന്നതാണ് സ്പെഷ്യൽ ടെസ്റ്റിംഗ്. മിൽക്ക് ക്വാളിറ്റി ഇൻഡെക്സ് ആണ് ഇനി അടുത്ത് പറയുന്നത്. 3 ഇൻഡെക്സുകളാണ് പറയുന്നത്. ഒന്നാമത്തെ മിൽക്ക് ക്വാളിറ്റി സ്കോർ MQS, ദെൻ ഡയറി ക്വാളിറ്റി ഇൻഡെക്സ് സ്കോർ DQI, മൂന്നാമതായി പറയുന്നത് മിൽക്ക് സേഫ്റ്റി പ്രോഗ്രാം MSP സ്കോർ. ഈ 3 മിൽക്ക് ക്വാളിറ്റി ഇൻഡെക്സിൽ വരുന്നത്. ഫിസിക്കൽ ടെസ്റ്റിങ്ങിൽ വരുന്ന ടെമ്പറേച്ചർ ടെസ്റ്റിങ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ ടെസ്റ്റിങ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റത്തെ ഒരു റീസൺ മൈക്രോബിയൽ ഗ്രോത്ത് കൺട്രോളിന് വേണ്ടിയിട്ടാണ്. സെക്കൻഡ് വൺ എൻസൈം ആക്ടിവിറ്റി റെഗുലേഷൻ. തേർഡ് വൺ മിൽക്ക് കമ്പോണൻറ്റ് സ്റ്റെബിലിറ്റി, ഷെൽഫ് ലൈഫ് എക്സ്റ്റൻഷൻ, കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ റേഞ്ച് ഫോർ മിൽക്ക്. നമുക്ക് ആദ്യം ടെമ്പറേച്ചർ റേഞ്ച് നോക്കാം. ഇപ്പോൾ റോ മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 39 ഫാരൻഹീറ്റ് അല്ലെങ്കിൽ ബിലോ. പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിലോ അതിനും 4 ഡിഗ്രി സെൽഷ്യസ് ആണ്, 4 ഡിഗ്രി സെൽഷ്യസ് ടു 7 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അൾട്രാ പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ 18 ഡിഗ്രി സെൽഷ്യസ് ടു -12 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ ഒരു അൾട്രാ പാസ്ചറൈസ്ഡ് മിൽക്കിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത്. ടെമ്പറേച്ചർ ടെസ്റ്റിംഗ് മെത്തേഡ്സ് നോക്കുകയാണെങ്കിൽ തെർമോകപ്പിൾസ് യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ തെർമോമീറ്റേഴ്സ്, അത് ഡിജിറ്റലോ അനലോഗോ ആയിരിക്കാം. ഇൻഫ്രാറെഡ് തെർമോമീറ്റേഴ്സ് ഉണ്ട്, ടെമ്പറേച്ചർ ഡാറ്റ ലോഗേഴ്സ് ഉണ്ട്, ഓട്ടോമാറ്റഡ് ടെമ്പറേച്ചർ മോണിറ്ററിംഗ് സിസ്റ്റംസ്. അപ്പോൾ ഇതൊക്കെയാണ് ടെമ്പറേച്ചർ ടെസ്റ്റിങ്ങിൽ വരുന്ന മെത്തേഡുകൾ. ടെമ്പറേച്ചർ ടെസ്റ്റിംഗ് പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ ചെക്ക് ആഫ്റ്റർ മിൽക്കിങ്ങിന് ശേഷം നമ്മൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിരിക്കണം. രണ്ടാമതായി പറയുന്നത് ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ഡ്യൂറിങ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഈ മിൽക്കിൻ്റെ സ്റ്റോറേജിൻ്റെ ടൈമിലും ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തും നമ്മൾ ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ചെയ്തിരിക്കണം. മൂന്നാമതായി പറയുന്നത് ടെമ്പറേച്ചർ ചെക്ക് ബിഫോർ പ്രോസസ്സിങ്ങിന് മുൻപായിട്ട് ടെമ്പറേച്ചർ ചെക്ക് നടത്തിയിരിക്കണം. ദെൻ ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ഡ്യൂറിങ് പ്രോസസ്സിങ് നടക്കുമ്പോഴും നമ്മൾ ടെമ്പറേച്ചർ മോണിറ്ററിംഗ് നടത്തിയിരിക്കണം. ദെൻ ഫൈനൽ ടെമ്പറേച്ചർ ചെക്ക് ബിഫോർ പാക്കേജിങ്ങിന് മുൻപായിട്ട് നമ്മൾ ഫൈനലായിട്ട് ടെമ്പറേച്ചർ ചെക്ക് ഒന്നും കൂടി ചെയ്തിരിക്കണം. ടെമ്പറേച്ചർ റിലേറ്റഡ് മിൽക്ക് ക്വാളിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെമ്പറേച്ചറിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്? ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, എൻസൈമിൻ്റെ ആക്ടിവേഷൻ നടക്കുന്നുണ്ട്, ലിപ്പോലൈസിസ് നടക്കുന്നുണ്ട്, അതായത് ഫാറ്റിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നുണ്ട്, ദെൻ പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ നടക്കുന്നുണ്ട്, ഓഫ് ഫ്ലേവേഴ്സും ഓഡേഴ്സും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മിൽക്ക് ക്വാളിറ്റി ഇഷ്യൂസാണ്. ഇനിയൊരു ബെസ്റ്റ് പ്രാക്ടീസസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? റെഗുലർ ടെമ്പറേച്ചർ മോണിറ്ററിങ്, നമുക്ക് ടെമ്പറേച്ചർ റെഗുലർ മോണിറ്ററിങ് ചെയ്യാം. ദെൻ പ്രോപ്പർ റെഫ്രിജറേഷൻ ആൻഡ് സ്റ്റോറേജ്, പ്രോപ്പറായിട്ടുള്ള ഒരു റെഫ്രിജറേഷനും അതുപോലെ തന്നെ സ്റ്റോറേജും ചെയ്യാവുന്നതാണ്. ദെൻ ക്വിക്ക് കൂളിംഗ് ആഫ്റ്റർ മിൽക്കിങ്ങിന് ശേഷം ഒരു ക്വിക്കായിട്ടുള്ള കൂളിംഗ്. ദെൻ മിനിമൽ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ,
ട്രെയിനിങ് പേഴ്സണൽസ് ഓൺ ടെമ്പറേച്ചർ കൺട്രോൾ. ഇതൊക്കെയാണ് നമുക്കൊരു ബെസ്റ്റ് പ്രാക്ടീസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ടെമ്പറേച്ചർ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. തെർമോമീറ്റർ കാലിബ്രേഷൻ എക്യുപ്മെൻറ്റ്, ടെമ്പറേച്ചർ ഡാറ്റ ലോഗേഴ്സ്, പിന്നെ ഓട്ടോമാറ്റഡ് ടെമ്പറേച്ചർ മോണിറ്ററിംഗ് സിസ്റ്റംസ്, വയർലെസ് ടെമ്പറേച്ചർ സെൻസേഴ്സ്, മൊബൈൽ ടെമ്പറേച്ചർ ടെസ്റ്റിംഗ് ഡിവൈസസ്. അപ്പോൾ ഇതൊക്കെയാണ് ടെമ്പറേച്ചർ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സുകൾ. ടെമ്പറേച്ചർ ടെസ്റ്റിംഗ് ഓഫ് മിൽക്കിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യം പ്രീ ടെസ്റ്റിംഗ് പ്രിപ്പറേഷനാണ് ഫസ്റ്റ് വരുന്നത്. അതിലെന്താ വരുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു തെർമോമീറ്റർ കാലിബ്രേറ്റ് ചെയ്യണം. അതായത് ഈ ഒരു മാനുഫാക്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ഒരു തെർമോമീറ്ററിൻ്റെ മാനുഫാക്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ തെർമോമീറ്ററിനെ കാലിബ്രേറ്റ് ചെയ്യണം. അതിനുശേഷം എൻഷുർ തെർമോമീറ്റർ ആക്യുറസി, നമ്മൾ തെർമോമീറ്ററിൻ്റെ ആക്യുറസി എൻഷുർ ചെയ്യേണ്ടതാണ്. ദെൻ പ്രിപ്പയർ ഐസ് ബാത്ത് ഓൾ വാട്ടർ ബാത്ത് ഫോർ ടെമ്പറേച്ചർ സ്റ്റാൻഡർഡൈസേഷൻ. ഇപ്പോൾ ടെമ്പറേച്ചർ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ ബാത്തോ അല്ലെങ്കിൽ ഐസ് ബാത്തോ പ്രിപ്പയർ ചെയ്യണം. ടെമ്പറേച്ചർ ടെസ്റ്റിംഗ് പ്രൊസീജിയർ നോക്കാം. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റോ മിൽക്കാണ്. അപ്പോൾ അതിലെന്താ ചെയ്യേണ്ടത്? കളക്ട് മിൽക്ക് സാമ്പിൾ ഫ്രം ബൾക്ക് ടാങ്ക്. ഒരു ബൾക്ക് ടാങ്കിൽ നിന്നും ഈ ഒരു മിൽക്ക് സാമ്പിളിനെ നമ്മൾ ആദ്യം കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻസേർട്ട് തെർമോമീറ്റർ പ്രോബ് ഇൻ ടു മിൽക്ക്, അവോയ്ഡിങ് കോണ്ടാക്ട് വിത്ത് ടാങ്ക് വോൾസ് ഓർ അജിറ്റേറ്റർ. അതായത് ഇതിന് ശേഷം നമ്മൾ മിൽക്ക് സാമ്പിൾ എടുത്തതിന് ശേഷം ഈ ഒരു മിൽക്കിലോട്ട് നമ്മൾ തെർമോമീറ്റർ പ്രോബ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ടാങ്കിൻ്റെ വോളും അതുപോലെ തന്നെ അജിറ്റേറ്ററും തമ്മിലുള്ള ആ ഒരു കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഈ ഒരു ടെമ്പറേച്ചർ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1 to 2 minutes ഇത് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ റെക്കോർഡ് ടെമ്പറേച്ചർ റീഡിങ്, നമ്മൾ ടെമ്പറേച്ചർ റീഡിങ് അതിനുശേഷം റെക്കോർഡ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് സ്റ്റെപ്പ് 2 to 4 ഫോർ ഡ്യൂപ്ലിക്കേറ്റ് റീഡിങ്. അപ്പോൾ സ്റ്റെപ്പ് 2 മുതൽ 4 വരെ ഉള്ളത് ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റീഡിങ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം. അപ്പോൾ അതാണ് റോ മിൽക്കിൻ്റെ കേസിൽ വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വരുന്നത് പാസ്ചറൈസ്ഡ് മിൽക്കാണ്. അപ്പോൾ അതിലും നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പ്രോസസ്സിംഗ് ലൈനിൽ നിന്നോ അല്ലെങ്കിൽ പാക്കേജ്ഡ് പ്രൊഡക്റ്റിൽ നിന്നോ ഈ ഒരു മിൽക്ക് സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതേപോലെ തന്നെ ഈ ഒരു തെർമോമീറ്റർ പ്രോബ് ഈ ഒരു മിൽക്കിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പാക്കേജിങ്ങുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റിനെ നമ്മളെപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ടെമ്പറേച്ചർ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് ഒരു 1 to 2 minutes നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ടെമ്പറേച്ചർ റീഡിങ് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം 2 മുതൽ 4 വരെയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ പിന്നെയും ഡ്യൂപ്ലിക്കേറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പാണ് പോസ്റ്റ് ടെസ്റ്റിംഗ്. പോസ്റ്റ് ടെസ്റ്റിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് തെർമോമീറ്റർ പ്രോബ്. അതിനുശേഷം നമ്മളിത് ഈ ഒരു ടെസ്റ്റിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു തെർമോമീറ്റർ പ്രോബ് നമ്മൾ സാനിറ്റൈസ് ചെയ്യണം, ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. ദെൻ ഡോക്യുമെൻറ്റ് ദ ടെമ്പറേച്ചർ റീഡിംഗ് ആൻഡ് സാമ്പിൾ ഇൻഫോർമേഷൻ. ഈ ഒരു സാമ്പിൾ ഇൻഫോർമേഷനും ടെമ്പറേച്ചർ റീഡിങ്ങിനും നമ്മൾ എന്ത് ചെയ്യണം? ഡോക്യുമെൻറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ സ്റ്റോർ ടെമ്പറേച്ചർ റെക്കോർഡ്സ് ഫോർ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് റെഗുലേറ്ററി പർപ്പസ്. റെഗുലേറ്ററി പർപ്പസിനും അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളിനും വേണ്ടിയിട്ട് ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ റെക്കോർഡുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ഫ്രീക്വൻസി ഓഫ് ടെസ്റ്റിങ്ങിൻ്റെ ഫ്രീക്വൻസി നോക്കാം. ഇപ്പോൾ റോ മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ബിഫോർ ആൻഡ് ആഫ്റ്റർ മിൽക്കിങ് ചെയ്യുന്നുണ്ട്. ദെൻ പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ ഡെയിലി, അതുപോലെ തന്നെ ഡ്യൂറിങ് പ്രോസസ്സിങ്ങും. അൾട്രാ പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ വീക്ക്ലി, അതുപോലെ തന്നെ സ്റ്റോറേജിൻ്റെ ടൈമിൽ ഡ്യൂറിങ് സ്റ്റോറേജ്. നെക്സ്റ്റ് ഫിസിക്കൽ ടെസ്റ്റിങ്ങിൽ വരുന്ന അടുത്തൊരു ടെസ്റ്റിംഗ് ആണ് pH ടെസ്റ്റിംഗ്. അപ്പോൾ pH ടെസ്റ്റിങ്ങും അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് pH ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്? വൈ pH ടെസ്റ്റിംഗ്? മിൽക്ക് അസിഡിറ്റി അഫക്റ്റ് മൈക്രോബിയൽ ഗ്രോത്ത്. മിൽക്കിൻ്റെ അസിഡിറ്റി മൈക്രോബിയൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ pH എന്ന് പറയുന്നത് എൻസൈം ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ദെൻ pH അഫക്റ്റ് മിൽക്ക് കമ്പോണൻറ്റ് സ്റ്റെബിലിറ്റി. മിൽക്ക് കമ്പോണൻറ്റിൻ്റെ സ്റ്റെബിലിറ്റീനെ pH അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ pH ഇമ്പാക്റ്റ് ചീസ് ഈൽഡ് ആൻഡ് ക്വാളിറ്റി. ചീസിൻ്റെ ഈൽഡ്, ക്വാളിറ്റി, ഇതിനൊക്കെ pH ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ pH ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇനി ഈ ഒരു മിൽക്കിൻ്റെ pH റേഞ്ച് നമുക്ക് നോക്കാം. റോ മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ 6.5 to 6.7 ആണ് അതിൻ്റെ ഒരു pH റേഞ്ച് വരുന്നത്. ഇനി പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ 6.4 to 6.6 ആണ് വരുന്നത്. അൾട്രാ പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ 6.3 to 6.5 ആണ് ഒരു pH റേഞ്ച് വരുന്നത്.
ഇനി പി എച്ച് ടെസ്റ്റിംഗ് മെത്തേഡുകൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ്? പി എച്ച് മീറ്റർ യൂസ് ചെയ്തിട്ടുള്ളൊരു ടെസ്റ്റിംഗ് മെത്തേഡ് ഉണ്ട്. ദെൻ പി എച്ച് പേപ്പർ, അതായത് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. ദെൻ പി എച്ച് ഇൻഡിക്കേറ്റർ സൊല്യൂഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിനോഫ്തലീൻ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ട്. ദെൻ പി എച്ച് ടെസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് പി എച്ച് മീറ്റർ മെത്തേഡാണ്. പി എച്ച് മീറ്റർ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു പി എച്ച് മീറ്ററിനെ ആ ഒരു മാനുഫാക്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഇതിനെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ബഫർ സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പി എച്ച് 4, 7 and 10 അങ്ങനെയുള്ള ബഫർ സൊല്യൂഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു പി എച്ച് ഇലക്ട്രോഡ് ഉണ്ടായിരിക്കും, ആ പി എച്ച് ഇലക്ട്രോഡിന് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് റിൻസ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു പി എച്ച് ഇലക്ട്രോഡ് നമ്മൾ മിൽക്ക് സാമ്പിളിൽ ഇമ്മേഴ്സ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് ഒരു 1 to 2 minutes വെയിറ്റ് ചെയ്യുന്നു. ദെൻ പി എച്ച് നമ്മൾ റീഡിങ് എടുക്കുന്നു. 4 മുതൽ 6 വരെയുള്ള സ്റ്റെപ്പുകൾ പിന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ പി എച്ച് പേപ്പർ മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പി എച്ച് പേപ്പർ നമ്മൾ എടുത്തിട്ട് ഈ ഒരു മിൽക്ക് സാമ്പിളിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം കമ്പയർ റിസൾട്ടിങ് കളർ ടു എ പി എച്ച് ചാർട്ട്. പി എച്ച് ചാർട്ട് ഉണ്ടായിരിക്കും, അപ്പോൾ അതിലുള്ള കളറുമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു കളറിനെ കമ്പയർ ചെയ്യുന്നു. അതിനുശേഷം പി എച്ച് വാല്യൂ റെക്കോർഡ് ചെയ്യുന്നു. ഇനി പി എച്ച് ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പി എച്ച് ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ മിൽക്ക് സാമ്പിളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു കളർ കിട്ടും, അത് നമ്മൾ പി എച്ച് ചാർട്ടുമായിട്ട് കമ്പാരിസൺ നടത്തുന്നു. ദെൻ നമുക്ക് കിട്ടുന്ന ആ ഒരു പി എച്ച് വാല്യൂ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇനി നമ്മൾ അവിടെ എടുക്കേണ്ട പ്രിക്കോഷൻസും കൺസിഡറേഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറാണ് കാലിബ്രേഷന് വേണ്ടിയിട്ടും റിൻസിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ യൂസ് ഡിസ്റ്റിൽഡ് വാട്ടർ ഫോർ കാലിബ്രേഷൻ ആൻഡ് റിൻസിങ്. സെക്കൻഡ് പറയുന്നത് അവോയ്ഡ് കണ്ടാമിനേഷൻ ഓഫ് പി എച്ച് ഇലക്ട്രോഡ് ഓർ പി എച്ച് പേപ്പർ. അപ്പോൾ പി എച്ച് പേപ്പർ ആണെങ്കിലും പി എച്ച് ഇലക്ട്രോഡ് ആണെങ്കിലും ഒരു കണ്ടാമിനേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ദെൻ സ്റ്റോർ പി എച്ച് മീറ്റർ ആൻഡ് സൊല്യൂഷൻസ് അക്കോർഡിംഗ് ടു ദ മാനുഫാക്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ. മാനുഫാക്ചറിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു പി എച്ച് മീറ്റർ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്തിരിക്കണം. പെർഫോം പി എച്ച് ടെസ്റ്റിംഗ് അറ്റ് റൂം ടെമ്പറേച്ചർ, അതായത് ഒരു 20 degree Celsius അല്ലെങ്കിൽ ഒരു 68 Fahrenheit. അപ്പോൾ ആ ഒരു റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കണം ഈ ഒരു പി എച്ച് ടെസ്റ്റിംഗ് നടത്തേണ്ടത്. ദെൻ പി എച്ച് ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പി എച്ച് മീറ്റർ, പി എച്ച് പേപ്പർ, പി എച്ച് ഇൻഡിക്കേറ്റർ സൊല്യൂഷൻസ് ആണ് വരുന്നത്. അപ്പോൾ പി എച്ച് മീറ്ററിൽ വരുന്നതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തെർമോഫിഷർ, അതുപോലെ തന്നെ മെറ്റ്ലർ, ടൊലേഡോ. ദെൻ പി എച്ച് പേപ്പർ ആണെങ്കിൽ വാച്ച്മാൻ പി എച്ച് പേപ്പർ അല്ലെങ്കിൽ പി എച്ച് അയോൺ പേപ്പേഴ്സ്. ദെൻ പി എച്ച് ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻസ് ആണെങ്കിൽ ഫിനോഫ്തലീൻ, ബ്രോമോ, തൈമോൾ ബ്ലൂ. ഇതൊക്കെയാണ് പി എച്ച് ഇൻഡിക്കേറ്റർ സൊല്യൂഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ട്രെയിനിങ് ആൻഡ് ക്വാളിഫിക്കേഷൻസ്. പേഴ്സണൽസ് റെസ്പോൺസിബിൾ ഫോർ പി എച്ച് ടെസ്റ്റിംഗ് ഷുഡ് ബി ട്രെയിൻഡ് ഓൺ പ്രൊസീജിയർ ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു പി എച്ച് ടെസ്റ്റിംഗ് നടത്തുന്ന പേഴ്സണൽസ് ആൾക്കാരാണെങ്കിൽ അവർ എന്തായാലും ആ ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ടും ആ ഒരു എക്യുപ്മെൻറ്റിനെ പറ്റിയിട്ടും ഒക്കെ ട്രെയിൻഡ് ആയിരിക്കണം. ട്രെയിനിങ് ഷുഡ് ഇൻക്ലൂഡ് പി എച്ച് മെഷർമെൻറ്റ്, ആക്യുറസി ആൻഡ് കാലിബ്രേഷൻ. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ്ങിൽ എന്തായാലും പി എച്ച് മെഷർമെൻറ്റിൻ്റെ ആക്യുറസിനെ കുറിച്ചിട്ടും കാലിബ്രേഷനെ പറ്റിയിട്ടുമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഫിസിക്കൽ ടെസ്റ്റിങ്ങിലത്തെ അടുത്തൊരു ടെസ്റ്റിംഗ് ആയിട്ടുള്ള ഡെൻസിറ്റി ടെസ്റ്റിങ്ങും അതിൻ്റെ പ്രൊസീജിയറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി ടെസ്റ്റിംഗ് മെഷേഴ്സ് ദ മാസ് പെർ യൂണിറ്റ് പെർ വോളിയം ഓഫ് മിൽക്ക്, ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് പ്യൂരിറ്റി ആൻഡ് ക്വാളിറ്റി. അപ്പോൾ ഡെൻസിറ്റി ടെസ്റ്റിങ്ങിൽ എന്താ മെഷർ ചെയ്യുന്നത്? ദ മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് മിൽക്കാണ് അവിടെ മെഷർ ചെയ്യുന്നത്. അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ പ്യൂരിറ്റീനെയും അതിൻ്റെ ക്വാളിറ്റീനെയും ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വൈ ഡെൻസിറ്റി ടെസ്റ്റിംഗ്? നമ്മൾ എന്തിനാണ് ഡെൻസിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് ഡിറ്റക്ട് ആഡഡ് വാട്ടർ ഓർ അഡൾട്രേഷൻ. അപ്പോൾ അതിൽ ആഡഡ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ അതുപോലെ തന്നെ അഡൾട്രേഷനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെൻസിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. മോണിറ്റർ മിൽക്ക് കോമ്പോസിഷൻ, ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ് പോലുള്ള മിൽക്കിൻ്റെ കോമ്പോസിഷനെ മോണിറ്റർ ചെയ്യാനായിട്ട്. ദെൻ എൻഷുർ കംപ്ലയൻസസ് വിത്ത് റെഗുലേഷൻസ്, സ്റ്റാൻഡേർഡ്സ്. ദെൻ അഫക്റ്റ് മിൽക്ക് പ്രോസസ്സിംഗ് ആൻഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെൻസിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇനി ഡെൻസിറ്റി റേഞ്ച് ഫോർ മിൽക്ക് നോക്കുകയാണെങ്കിൽ റോ മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 1.020 to 1.035 gram/ml ആണ് അതിൻ്റെ ഡെൻസിറ്റി വരുന്നത്. ഇനി പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിലോ അതിൽ 1.018 to
1.030 gram per ml ആണ് വരുന്നത്. ദെൻ അൾട്രാ പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി വരുന്നത് 1.015 to 1.025 gram per ml ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് റോ മിൽക്ക്, പാസ്ചറൈസ്ഡ് മിൽക്ക്, അൾട്രാ പാസ്ചറൈസ്ഡ് മിൽക്കിൻ്റെയൊക്കെ ഡെൻസിറ്റി റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ ഡെൻസിറ്റി ടെസ്റ്റിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഹൈഡ്രോമീറ്റർ മെത്തേഡ് ഉണ്ട്, ഡെൻസിറ്റി മീറ്റർ മെത്തേഡ്, അത് ഡിജിറ്റലോ അനലോഗോ ആയിരിക്കാം, പൈക്കണോമീറ്റർ മെത്തേഡ് ഉണ്ട്, അൾട്രാസോണിക് ഡെൻസിറ്റി മെഷർമെൻറ്റും ഉണ്ട്. ഹൈഡ്രോമീറ്റർ മെത്തേഡ് പ്രൊസീജിയർ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മിൽക്ക് സാമ്പിൾ പ്രിപ്പയർ ചെയ്യണം. അത് ഹോമോജനൈസ്ഡ് ടെമ്പേർഡ് ആയിട്ടുള്ള മിൽക്കായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു മിൽക്ക് സാമ്പിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം ഹൈഡ്രോമീറ്റർ ഉണ്ട്. ഈ ഒരു ഹൈഡ്രോമീറ്റർ നമ്മൾ ഈ ഒരു മിൽക്ക് സാമ്പിളിൽ ഇമ്മേഴ്സ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ വെയിറ്റ് ഫോർ ഹൈഡ്രോമീറ്റർ ടു സ്റ്റെബിലൈസ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഈ ഹൈഡ്രോമീറ്റർ സ്റ്റെബിലൈസ് ആവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ദെൻ ഡെൻസിറ്റി വാല്യൂ നമ്മൾ ഈ ഒരു ഹൈഡ്രോമീറ്റർ സ്കെയിൽ വെച്ചിട്ട് റീഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് മുതൽ 4ാമത്തെ സ്റ്റെപ്പ് വരെ നമ്മൾ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് ഫോർ ഡ്യൂപ്ലിക്കേറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട്. അതാണ് ഹൈഡ്രോമീറ്റർ മെത്തേഡ്. ദെൻ ഡെൻസിറ്റി മീറ്റർ മെത്തേഡിൻ്റെ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡെൻസിറ്റി മീറ്റർ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ആ ഒരു മാനുഫാക്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് അതിനെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം മിൽക്ക് സാമ്പിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അത് ഹോമോജനൈസ്ഡ് ടെമ്പേർഡ് ആയിട്ടുള്ള മിൽക്ക് സാമ്പിൾ ആയിരിക്കണം. ദെൻ ഈ ഒരു മിൽക്ക് സാമ്പിൾ ഈ ഒരു ഡെൻസിറ്റി മീറ്റർ കണ്ടെയ്നറിലോട്ട് നമ്മൾ പോർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു കണ്ടെയ്നർ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. റെക്കോർഡ് ഡെൻസിറ്റി വാല്യൂ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു 3 മുതൽ 5 വരെയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൈക്കണോമീറ്റർ മെത്തേഡിൻ്റെ പ്രൊസീജിയർ നോക്കാം. നമ്മൾ മിൽക്ക് സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നു. അത് ഹോമോജനൈസ്ഡോ ടെമ്പേർഡ് ആയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ മിൽക്ക് സാമ്പിൾ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം പൈക്കണോമീറ്ററിൽ ഈ ഒരു മിൽക്ക് സാമ്പിൾ വെച്ചിട്ട് നമ്മൾ അതിനെ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു പൈക്കണോമീറ്റർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ആൻഡ് മിൽക്ക് സാമ്പിളും വെയിറ്റ് ചെയ്യുന്നു. ദെൻ കാൽക്കുലേറ്റ് ഡെൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു യൂസിങ് വെയിറ്റ് ആൻഡ് വോളിയം വെയിറ്റും യൂസ് ചെയ്തിട്ട് ഡെൻസിറ്റീനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ 2 മുതൽ 4 വരെയുള്ള സ്റ്റെപ്പ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിൽ വരുന്ന പ്രൊസീജിയർ. ദെൻ ഇതിൻ്റെ പ്രിക്കോഷൻസും കൺസിഡറേഷനും നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട മിൽക്ക് സാമ്പിൾ എന്ന് പറയുന്നത് ടെമ്പേർഡ് മിൽക്ക് സാമ്പിൾസ് ആയിരിക്കണം. അതുപോലെ തന്നെ എയർ ബബിൾസോ അല്ലെങ്കിൽ കണ്ടാമിനേഷനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ദെൻ കാലിബ്രേറ്റ് എക്യുപ്മെൻറ്റ് റെഗുലർലി നമ്മൾ ഈ ഒരു എക്യുപ്മെൻറ്റിനെ കാലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ സ്റ്റോർ എക്യുപ്മെൻറ്റ് അക്കോർഡിംഗ് ടു മാനുഫാക്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഈ ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടതാണ്. ദെൻ ട്രെയിനിങ് ആൻഡ് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യുന്ന ഈ പേഴ്സണൽസ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡെൻസിറ്റി ടെസ്റ്റിംഗ് ഷുഡ് ബി ട്രെയിൻഡ് ഓൺ പ്രൊസീജിയർ ആൻഡ് എക്യുപ്മെൻറ്റ്. ഈ പ്രൊസീജിയറിനെ കുറിച്ചിട്ടും എക്യുപ്മെൻറ്റിനെ കുറിച്ചിട്ടും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം ഈ ഒരു ഡെൻസിറ്റി ടെസ്റ്റിങ്ങിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഈ ട്രെയിനിങ്ങിൽ എന്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം, ഡെൻസിറ്റി മെഷർമെൻറ്റ് ആക്യുറസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ കാലിബ്രേഷനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അടുത്തത് വരുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് വിസ്കോസിറ്റി ടെസ്റ്റിംഗ് ആൻഡ് പ്രൊസീജിയർ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം കേട്ടോ. ദെൻ വിസ്കോസിറ്റി ടെസ്റ്റിംഗ് നമ്മൾ അതിൽ എന്താണ് മെഷർ ചെയ്യുന്നത്? മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് മിൽക്ക് ടു ഫ്ലോ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ് ടെക്സ്ചർ ആൻഡ് സ്റ്റെബിലിറ്റി. അതിൽ മെഷർ ചെയ്യുന്നത് ഈ ഒരു മിൽക്കിൻ്റെ ഫ്ലോ ചെയ്യാനുള്ള ആ ഒരു റെസിസ്റ്റൻസ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ഒരു മിൽക്കിൻ്റെ ടെക്സ്ചറും അതിൻ്റെ സ്റ്റെബിലിറ്റിയും ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വൈ വിസ്കോസിറ്റി ടെസ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അത് ഇവാലുവേറ്റ് മിൽക്ക് ടെക്സ്ചർ ആൻഡ് മൗത്ത് ഫീൽ. മിൽക്ക് ടെക്സ്ചർ അതുപോലെ തന്നെ മൗത്ത് ഫീലിനെ അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡിറ്റക്ട് ചേഞ്ചസ് ഇൻ മിൽക്ക് കോമ്പോസിഷൻ, ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ്. അപ്പോൾ ഈ മിൽക്ക് കോമ്പോസിഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നത് ഡിറ്റക്ട് ചെയ്യുന്നു. ദെൻ മോണിറ്റർ മിൽക്ക് സ്റ്റെബിലിറ്റി ആൻഡ് ഷെൽഫ് ലൈഫ്. മിൽക്കിൻ്റെ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ഷെൽഫ് ലൈഫിനെ മോണിറ്റർ ചെയ്യുന്നു. ദെൻ എൻഷുർ കംപ്ലയൻസസ് വിത്ത് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് വിസ്കോസിറ്റി ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. ഇനി വിസ്കോസിറ്റി റേഞ്ച് ഫോർ മിൽക്ക് നോക്കുകയാണെങ്കിൽ
റോ മിൽക്ക് ആണെങ്കിൽ ഇതിൻ്റെ വിസ്കോസിറ്റി റേഞ്ച് എന്ന് പറയുന്നത് 2 to 4 CP ആണ്, അതായത് സെൻറ്റിപോയ്സ് ആണ്. ദെൻ പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ 1.5 to 3.5 CP ആണ് വരുന്നത്. അൾട്രാ പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ 1 to 2.5 CP ആണ് വരുന്നത്. ദെൻ വിസ്കോസിറ്റി ടെസ്റ്റിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ കാപ്പിലറി വിസ്കോമീറ്റർ മെത്തേഡ് ഉണ്ട്, റൊട്ടേഷണൽ വിസ്കോമീറ്റർ മെത്തേഡ് ഉണ്ട്, ഫോളിംഗ് ബോൾ വിസ്കോമീറ്റർ മെത്തേഡ് ഉണ്ട്, യൂട്യൂബ് വിസ്കോമീറ്റർ മെത്തേഡും വരുന്നുണ്ട്. സെഡിമെൻറ്റ് ടെസ്റ്റിംഗ് ആൻഡ് പ്രൊസീജിയർ. സെഡിമെൻറ്റ് ടെസ്റ്റിംഗ് ഡിറ്റക്ട് അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് ഓർ കണ്ടാമിനൻസ് ഇൻ മിൽക്ക് എൻഷുറിങ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി. ഈ സെഡിമെൻറ്റ് ടെസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഈ മിൽക്കിൽ ഉള്ള കണ്ടാമിനൻസ് അതുപോലെ തന്നെ അൺവാണ്ടഡ് പാർട്ടിക്കിൾസിനൊക്കെ അത് ഡിറ്റക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി സേഫ്റ്റീനൊക്കെ നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. വൈ സെഡിമെൻറ്റ് ടെസ്റ്റിംഗ്? എന്തിനാണ് സെഡിമെൻറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്? ഡിറ്റക്ട് ഡേർട്ട്, ഡസ്റ്റ് ആൻഡ് അതർ കണ്ടാമിനൻസ്. അപ്പോൾ എന്താണ് സെഡിമെൻറ്റ് ടെസ്റ്റിംഗ് വഴി നമുക്ക് ഡേർട്ട്, ഡസ്റ്റ്, മറ്റുള്ള കണ്ടാമിനൻസിനെയൊക്കെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇവാലുവേറ്റ് മിൽക്ക് ക്ലീൻ ലൈൻസ് ആൻഡ് ഹൈജീൻ. മിൽക്കിൻ്റെ ഹൈജീനൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മോണിറ്റേഴ്സ് എക്യുപ്മെൻറ്റ് ക്ലീൻ ലൈൻസ് ആൻഡ് മെയിൻ്റനൻസ്, എൻഷുർ കംപ്ലയൻസസ് വിത്ത് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ്. ദെൻ സെഡിമെൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ സെഡിമെൻറ്റേഷൻ മെത്തേഡ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ സെഡിമെൻറ്റേഷൻ മെത്തേഡ് ഉണ്ട്, മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡ് ഉണ്ട്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ മെത്തേഡ് ഉണ്ട്. പ്രിക്കോഷൻസ് ആൻഡ് കൺസിഡറേഷൻ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട മിൽക്ക് സാമ്പിൾ ടംബേർഡ് മിൽക്ക് ആയിരിക്കണം. ആൻഡ് അവോയ്ഡ് കണ്ടാമിനേഷൻ ഓർ എയർ ബബിൾസ്. എയർ ബബിൾസും കണ്ടാമിനേഷനും അവോയ്ഡ് ചെയ്തിരിക്കണം. ദെൻ കാലിബ്രേറ്റ് എക്യുപ്മെൻറ്റ് റെഗുലർലി കാലിബ്രേറ്റ് ചെയ്തിരിക്കണം ഈ ഒരു എക്യുപ്മെൻറ്റ്. ദെൻ സ്റ്റോർ എക്യുപ്മെൻറ്റ് അക്കോർഡിംഗ് ടു ദ മാനുഫാക്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ. മാനുഫാക്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഈ ഒരു എക്യുപ്മെൻറ്റിന് സ്റ്റോർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും പറയുന്നത് നമ്മൾ ഫിസിക്കൽ ടെസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ കെമിക്കൽ ടെസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫാറ്റ് കണ്ടൻറ്റ് ഓഫ് മിൽക്ക് യൂസിങ് ഗർബർ മെത്തേഡ്. ഫാറ്റ് കണ്ടൻറ്റ് ഓഫ് മിൽക്ക് യൂസിങ് ദ ഗർബർ മെത്തേഡ്. ഇതിൽ എക്യുപ്മെൻറ്റ് ആൻഡ് റിയേജൻറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗർബർ സെൻട്രിഫ്യൂജ് ആവശ്യമാണ്, ഗർബർ ട്യൂബ്സ് വേണ്ടതാണ്, അതൊരു 11.5 ml കപ്പാസിറ്റിയാണ് അതിനുണ്ടായിരിക്കുക. ദെൻ സൾഫ്യൂരിക് ആസിഡ് 95 to 98% സൾഫ്യൂരിക് ആസിഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, എത്തനോള്, ഡിസ്റ്റിൽഡ് വാട്ടർ, ദെൻ മിൽക്ക് സാമ്പിൾ. ഇതാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്ന എക്യുപ്മെൻറ്റും റിയേജൻസുമായിട്ട് വരുന്നത്. ദെൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് പ്രിപ്പയർ ദ ഗർബർ ട്യൂബ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിലെന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ ഒരു ഗർബർ ട്യൂബ് ക്ലീൻ ആക്കുക, അതുപോലെ തന്നെ ഡ്രൈ ആക്കണം. ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കേണ്ടതാണ്. ദെൻ അതിന് ശേഷം ഇതിലോട്ട് ഒരു 1 to 2 drops സൾഫ്യൂരിക് ആസിഡ് ഈ ഒരു ട്യൂബിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്, ആഡ് ചെയ്ത് കൊടുക്കണം. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ആഡ് ദ മിൽക്ക് സാമ്പിൾ. പിപ്പറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വെൽ മിക്സ്ഡ് ആയിട്ടുള്ള മിൽക്ക് സാമ്പിളിൽ നിന്നും ഒരു 11 ml പിപ്പറ്റ് ചെയ്ത് എടുത്തിട്ട് ഈ ഒരു ഗർഭ ട്യൂബിലോട്ട് നമ്മൾ പിപ്പറ്റ് ചെയ്ത് കൊടുക്കണം, ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. തേർഡ് സ്റ്റെപ്പ് വരുന്നത് ആഡ് ദ സൾഫ്യൂരിക് ആസിഡ് ആണ്. കെയർഫുള്ളി നമ്മൾ ഇതിലോട്ട് ഒരു 1 ml ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈ ഒരു മിൽക്ക് സാമ്പിളിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, മിക്സ് വെൽ. ഫോർത്ത് സ്റ്റെപ്പ് സെൻട്രിഫ്യൂജ് ദ മിക്സ്ചർ. ഈ ഒരു മിക്സ്ചറിനെ സെൻട്രിഫ്യൂജ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? പ്ലേസ് ദ ഗർബർ ട്യൂബ് ഇൻ ദ സെൻട്രിഫ്യൂജ് ആൻഡ് സ്പിൻ അറ്റ് 1000 to 1200 RPM ഫോർ 5 minutes. നമ്മൾ ഈ ഒരു മിക്സ്ചറിലുള്ള, അതായത് ഈ ഒരു ഗർബർ ട്യൂബ് സെൻട്രിഫ്യൂജ് മെഷീനിലോട്ട് വെച്ചിട്ട് അതിനെ നമ്മൾ ഒരു 1000 to 1200 RPM നമ്മളതിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് എടുക്കണം, സ്പിൻ ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് ആഡ് ദ അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യണം. അപ്പോൾ കെയർഫുള്ളി ആഡ് 1 ml ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ടു ദ സെൻട്രിഫ്യൂജ്ഡ് മിക്സ്ചർ. ദെൻ മിക്സ് വെൽ. അതായത് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു മിക്സ്ചറിലോട്ട് 1 ml അമോണിയം ഹൈഡ്രോക്സൈഡ് കെയർഫുള്ളി സൂക്ഷിച്ചിട്ട് തന്നെ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ദെൻ റീഡ് ദ ഫാറ്റ് കണ്ടൻറ്റ്. അതിന് ശേഷം ഫാറ്റ് കണ്ടൻറ്റ് റീഡ് ചെയ്തെടുക്കുക. മെഷർ ദ ലെങ്ത് ഓഫ് ഫാറ്റ് കോളം ഇൻ ദ ഗർബർ ട്യൂബ് യൂസിങ് റൂളർ യൂസ് ചെയ്തിട്ട് നമ്മളതിനെ മെഷർ ചെയ്തെടുക്കുക.
ദെൻ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്തതിന് ശേഷം കാൽക്കുലേറ്റ് ദ ഫാറ്റ് കണ്ടൻറ്റ് യൂസിങ് ദ ഫോളോവിങ് ഫോർമുല. ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് അവിടുത്തെ ഫാറ്റ് കണ്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫാറ്റ് കണ്ടൻറ്റ് പെർസെൻറ്റേജ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ഫാറ്റ് കോളം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് കോളം. അതാണ് ഈ ഒരു ഫാറ്റ് കണ്ടൻറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല. ഈ തന്നിരിക്കുന്നത് ഒരു കാൽക്കുലേഷൻ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഒരു ഫാറ്റ് കോളത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5.5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 11.5 സെൻറ്റിമീറ്റർ. ഇനി ഈ ഫാറ്റ് കണ്ടൻറ്റ് പെർസെൻറ്റേജ് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 5.5 അതായത് ലെങ്ത് ഓഫ് ദ ഫാറ്റ് കോളം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഫാറ്റ് കോളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് കണ്ടൻറ്റിൻ്റെ പെർസെൻറ്റേജ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു കാൽക്കുലേഷൻ എക്സാമ്പിളാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൻ്റെ പ്രിക്കോഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിലുള്ള ഹാൻഡിൽ സൾഫ്യൂരിക് ആസിഡ് വിത്ത് കെയർ ആസ് ഇറ്റ് ഈസ് കൊറോസീവ്. നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് കൊറോസീവ് ആണ്. അതുകൊണ്ട് തന്നെ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ. ദെൻ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മൾ കെമിക്കൽസ് എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പ്രൊട്ടക്റ്റീവ് ഗ്ലൗസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ദെൻ എൻഷുവർ ദ ഗർബർ ട്യൂബ് ക്ലീൻ ആൻഡ് ഡ്രൈ ബിഫോർ യൂസ്. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഗർബർ ട്യൂബ് എന്ന് പറയുന്നത് ക്ലീൻ ആണ്, ഡ്രൈ ആണെന്നുള്ളത് നമ്മൾ എൻഷുവർ ചെയ്യേണ്ടതാണ്. യൂസ് എ കാലിബ്രേറ്റഡ് സെൻട്രിഫ്യൂജ് ടു എൻഷുർ ആക്യുറേറ്റ് റിസൾട്ട്. ആക്യുറേറ്റ് റിസൾട്ട് നമുക്ക് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാലിബ്രേറ്റഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂജ് തന്നെ യൂസ് ചെയ്യുക. അടുത്തത് ജൽദാൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ്, അതാണ് അതിൻ്റെ ഒരു ഡിറ്റക്ഷൻ മെത്തേഡാണ്. ദെൻ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആൻഡ് റിയേജൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ജൽദാൽ ഫ്ലാസ്ക് ആവശ്യമാണ്, ഹീറ്റിംഗ് മാൻഡിൽ, ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ്, ബ്യൂററ്റ്, സൾഫ്യൂരിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം സൾഫേറ്റ്, മീഥൈൽ റെഡ് ഇൻഡിക്കേറ്റർ, ദെൻ മിൽക്ക് സാമ്പിൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്ന എക്യുപ്മെൻറ്റ് ആൻഡ് റിയേജൻസ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രിപ്പയർ ദ മിൽക്ക് സാമ്പിൾ. നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രിപ്പയർ 10 to 20 ml ഓഫ് വെൽ മിക്സ്ഡ് മിൽക്ക് സാമ്പിൾ ഇൻ ടു ദ ജൽദാൽ ഫ്ലാസ്ക്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു വെൽ മിക്സ്ഡ് ആയിട്ടുള്ള മിൽക്ക് സാമ്പിളിൽ നിന്നും ഒരു 10 to 20 ml പിപ്പറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ജൽദാൽ ഫ്ലാസ്കിലോട്ട് പിപ്പറ്റ് ചെയ്ത് ഒഴിക്കണം, ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് ആഡ് സൾഫ്യൂരിക് ആസിഡ് ഇതിലോട്ട് ആഡ് ചെയ്യണം. കെയർഫുള്ളി ആഡ് 20 to 30 ml ഓഫ് സൾഫ്യൂരിക് ആസിഡ് ടു ദ മിൽക്ക് സാമ്പിൾ. എന്നിട്ട് ഈ ഒരു മിൽക്ക് സാമ്പിളിലോട്ട് നമ്മൾ കെയർഫുള്ളി ഒരു 20 to 30 ml സൾഫ്യൂരിക് ആസിഡ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത് ആഡ് കാറ്റലിസ്റ്റ്. ഇതിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആഡ് 1 to 2 teaspoons ഓഫ് അമോണിയം സൾഫേറ്റ് ടു ദ മിക്സ്ചർ ആൻഡ് മിക്സ് വെൽ. എന്താ ചെയ്യേണ്ടത്, ഇതിലോട്ട് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1 to 2 teaspoon അമോണിയം സൾഫേറ്റ് ആണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വിടുക. ദെൻ നാലാമത്തെ സ്റ്റെപ്പ് ഡൈജസ്റ്റ് ദ മിക്സ്ചർ. ഹീറ്റ് ദ മിക്സ്ചർ യൂസിങ് എ ഹീറ്റിംഗ് മാൻറ്റിൽ അൺടിൽ ദ സൊല്യൂഷൻ ടേൺസ് ഗ്രീനിഷ് യെല്ലോ. എന്താ ചെയ്യുന്നത്, ഈ ഒരു സ്റ്റെപ്പിൽ ഈ ഒരു മിക്സ്ചറിനെ ഹീറ്റിംഗ് മാൻറ്റിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു സൊല്യൂഷൻ ഒരു ഗ്രീനിഷ് യെല്ലോ കളർ ആവുന്നത് വരെ അതിനെ ഹീറ്റ് ചെയ്യുന്നു. അതായത് അബൌട്ട് ഒരു 30 to 40 minutes. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് കൂൾ ആൻഡ് ഡൈല്യൂട്ട്. അലോ ദ മിക്സ്ചർ ടു കൂൾ. ഇപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സ്ചറിനെ കൂൾ ചെയ്യാനായിട്ട് വെക്കുന്നു. അതിനുശേഷം ഡൈല്യൂട്ട് ദ മിക്സ്ചർ വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ടു എ ടോട്ടൽ വോളിയം ഓഫ് 100 to 200 ml. എന്നിട്ട് നമ്മൾ ഈ മിക്സ്ചറിനെ കൂൾ ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സ്ചറിലോട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ ഒരു ടോട്ടൽ വോളിയം ഒരു 100 to 200 ml ആവുന്നത് വരെ. ദെൻ ഡിസ്റ്റിൽ ദ മിക്സ്ചർ, അതാണ് അടുത്ത സ്റ്റെപ്പ്. ഡിസ്റ്റിൽ ദ മിക്സ്ചർ യൂസിങ് ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ് അൺടിൽ എബൌട്ട് 50 to 70 ml ഓഫ് ഡിസ്റ്റിലേറ്റ് ഈസ് കളക്റ്റഡ്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മിക്സ്ചറിനെ നമ്മൾ ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ട് ഒരു 50 to 70 ml ഓഫ് ഡിസ്റ്റിലേറ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ അതിനെ ഡിസ്റ്റിൽ ചെയ്യുന്നു. സെവൻത്ത് സ്റ്റെപ്പിൽ പറയുന്നത് ടൈട്രേറ്റ് ദ ഡിസ്റ്റിലേറ്റ്. ഈ ഡിസ്റ്റിലേറ്റിനെ ടൈട്രേറ്റ് ചെയ്യുന്നതാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ടൈട്രേറ്റ് ദ ഡിസ്റ്റിലേറ്റ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ യൂസിങ് എ ബ്യൂറേറ്റ് അൺടിൽ ദ സൊല്യൂഷൻ ടേൺസ് പിങ്ക്. അതായത് എൻഡ് പോയിൻറ്റ് നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോൾ കെമിസ്ട്രിയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ടൈട്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റിലേറ്റിന് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. ടൈട്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതൊരു പിങ്ക് കളറാണ്. അപ്പോൾ അതുവരെ നമ്മളതിനെ ബ്യൂററ്റ് യൂസ് ചെയ്തിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. ദെൻ കാൽക്കുലേറ്റ് ദ പ്രോട്ടീൻ കണ്ടൻറ്റ്. എന്നിട്ട് നമ്മൾ
ഇതിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റിനെ നമുക്കൊരു ഒരു ഫോമുല തന്നിട്ടുണ്ട്. ആ ഒരു ഫോമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇനി ഇവിടെ നമ്മൾ എടുക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൾഫ്യൂരിക് ആസിഡ് കൊറോസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഹാൻഡിൽ വിത്ത് കെയർ ആയിരിക്കണം. ദെൻ പ്രൊട്ടക്റ്റീവ് ഗ്ലൗസുകളൊക്കെ നമ്മൾ ഈ ഒരു കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ദെൻ എൻഷുവർ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ജൽദാൽ ഫ്ലാസ്ക് എന്ന് പറയുന്നത് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരിക്കണം ബിഫോർ യൂസ് എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ദെൻ യൂസ് കാലിബ്രേറ്റഡ് ബ്യൂററ്റ് ടു എൻഷുർ ആക്യുറേറ്റ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാലിബ്രേറ്റഡ് ബ്യൂററ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ ഇൻ മിൽക്ക് യൂസിങ് ഡെൽവോ ടെസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഡെൽവോ ടെസ്റ്റ് മെത്തേഡാണ് നമ്മളിനി അടുത്തത് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന എക്യുപ്മെൻറ്റ്സ് ആൻഡ് റിയേജൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ഡെൽവോ ടെസ്റ്റ് കിറ്റ് ഉണ്ടായിരിക്കും. ഇൻക്യുബേറ്റർ, മൈക്രോ സെൻട്രിഫ്യൂജ്, പിപ്പറ്റ്സ്, ഡിസ്റ്റിൽഡ് വാട്ടർ, മിൽക്ക് സാമ്പിൾസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുന്ന എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ റിയേജൻസിലും വരുന്നത്. പ്രൊസീജിയർ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് പ്രിപ്പയർ ദ മിൽക്ക് സാമ്പിൾ. പിപ്പറ്റ് 1 to 2 ml ഓഫ് വെൽ മിക്സ്ഡ് മിൽക്ക് സാമ്പിൾസ് ഇൻ ടു മൈക്രോ സെൻട്രിഫ്യൂജ് ട്യൂബ്. ഈ ഒരു മൈക്രോ സെൻട്രിഫ്യൂജ് ട്യൂബിലോട്ട് നമ്മൾ ഈ ഒരു മിൽക്ക് സാമ്പിൾ വെൽ മിക്സ്ഡ് ആയിട്ടുള്ള മിൽക്ക് സാമ്പിളിൻ്റെ ഒരു 1 to 2 ml ഇതിലോട്ട് പിപ്പറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ആഡ് ദ ഡെൽവോ ടെസ്റ്റ് റിയേജൻറ്റ്. നമ്മൾ ഡെൽവോ ടെസ്റ്റ് റിയേജൻറ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ എത്ര ഡ്രോപ്പാണ് ആഡ് ചെയ്യുന്നത്? 1 to 2 drops ഓഫ് ഡെൽവോ ടെസ്റ്റ് റിയേജൻ്റ് ആണ് ഈ ഒരു മിൽക്ക് സാമ്പിളിലോട്ട് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു സാമ്പിൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. തേർഡ് സ്റ്റെപ്പ്, ഇൻക്യുബേറ്റ് ദ മിക്സ്ചർ. നമ്മൾ മിക്സ്ചർ എന്ത് ചെയ്യണം? ഒരു ഇൻക്യുബേറ്റ് ചെയ്യണം. ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് ഇൻക്യുബേറ്റ് ചെയ്യണം. ഒരു 64 degree Celsius 2 to 3 minutes നമ്മളതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ദെൻ സെൻട്രിഫ്യൂജ് ദ മിക്സ്ചർ. അങ്ങനെ ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സ്ചറിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. ഒരു 10,000 RPM ഫോർ 1 to 2 minutesലാണ് നമ്മളിതിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് എടുക്കുന്നത്. ദെൻ അഞ്ചാമത്തത്, ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട്. ഒബ്സർവ് ദ കളർ ചേഞ്ച് ഓഫ് ദ മിക്സ്ചർ. ഈ മിക്സ്ചറിൻ്റെ കളർ ചേഞ്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുക. എ കളർ ചേഞ്ച് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ. അപ്പോൾ കളർ ചേഞ്ച് അതിലുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസിനാണ്. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് നോക്കാം. അപ്പോൾ 2 തരത്തിലുള്ള റിസൾട്ടാണ് കിട്ടാൻ ചാൻസ് ഉള്ളത്. നെഗറ്റീവ് റിസൾട്ടും അതുപോലെ തന്നെ പോസിറ്റീവ് റിസൾട്ടും. നെഗറ്റീവ് റിസൾട്ടിൽ എന്താ പറയുന്നത്? നോ കളർ ചേഞ്ച് ഓർ സ്ലൈറ്റ് പിങ്ക് കളർ ഇൻഡിക്കേറ്റ് ദാറ്റ് മിൽക്ക് സാമ്പിൾ ഈസ് ഫ്രീ ഫ്രം ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ. അതായത് ഇതിൽ ഒരു കളർ ചേഞ്ച് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് പിങ്ക് കളർ മാത്രമാണ് അതിലുള്ളതെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു മിൽക്ക് സാമ്പിൾ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് റെസിഡ്യൂവിൽ നിന്നും ഫ്രീ ആണ്, അല്ലെങ്കിൽ അതിൽ ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ ഇല്ല എന്നാണ് കാണിക്കുന്നത്. ദെൻ പോസിറ്റീവ് റിസൾട്ട് നോക്കാം. എ ഡിസ്റ്റിങ്ക്റ്റ് കളർ ചേഞ്ച്, എക്സാമ്പിൾ യെല്ലോ, ഗ്രീൻ ഓർ ബ്ലൂ, ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ. ഇപ്പോൾ ഒരു കളർ ചേഞ്ച് അതിലുണ്ടെങ്കിൽ, അതായത് യെല്ലോയോ ഗ്രീനോ അല്ലെങ്കിൽ ബ്ലൂ കളേർഡായിട്ടാണ് മിൽക്ക് ഇരിക്കുന്നത് എങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസിൻ്റെ പ്രസൻസിനെയാണ്. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള റിസൾട്ടുകളാണ് ഉള്ളത്. പോസിറ്റീവ് റിസൾട്ടും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് റിസൾട്ടും ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ഫ്രം ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ ആയിരിക്കും. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസിൻ്റെ പ്രസൻസ് കാണും. പ്രിക്കോഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെൽവോ ടെസ്റ്റ് റിയേജൻറ്റ് നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ. അത് ലൈറ്റിനോടും ടെമ്പറേച്ചറിനോടും അത് സെൻസിറ്റീവാണ്. ദെൻ യൂസ് പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ് അതുപോലെ തന്നെ ഗോഗിൾസ്, ഇതെല്ലാം നമ്മൾ കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടതാണ്. ദെൻ എൻഷുർ ദ ഇൻക്യുബേറ്റർ ആൻഡ് മൈക്രോ സെൻട്രിഫ്യൂജ് ആർ കാലിബ്രേറ്റഡ് ആൻഡ് ഫങ്ഷനിങ് പ്രോപ്പർലി. അത് രണ്ടും പ്രോപ്പർലി അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. ദെൻ അതുപോലെ തന്നെ യൂസ് എ പോസിറ്റീവ് കൺട്രോൾ സാമ്പിൾ ടു വെരിഫൈ ദ ടെസ്റ്റ് റിസൾട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ടെസ്റ്റ് റിസൾട്ടുകളെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പോസിറ്റീവ് കൺട്രോൾ സാമ്പിൾ യൂസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിക്കോഷൻസ് എടുക്കേണ്ടത്. ഈ ഒരു മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ഡെൽവോ ടെസ്റ്റ് മെത്തേഡ് ഈസ് എ സ്ക്രീനിങ് ടെസ്റ്റ് ആൻഡ് മേ നോട്ട് ഡിറ്റക്ട് ഓൾ ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ. അപ്പോൾ ഈ ഒരു ഡെൽവോ ടെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെയാണ്. അത് ഒരിക്കലും എല്ലാ തരത്തിലുള്ള ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസിനെയും അത് ഡിറ്റക്ട് ചെയ്യുന്നില്ല. ദ ടെസ്റ്റ് മേ പ്രൊഡ്യൂസ് ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അതർ സബ്സ്റ്റൻസസ് ഇൻ ദ മിൽക്ക് സാമ്പിൾ. അപ്പോൾ ഈ മിൽക്ക് സാമ്പിൾ മറ്റ് തരത്തിലുള്ള സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻസ് മൂലവും ഇതൊരു ഫോൾസ് ആയിട്ടുള്ള പോസിറ്റീവ് റിസൾട്ട് ഇത് കാണിക്കാവുന്നതാണ്. The test is not suitable for detecting antibiotic residue in milk sample with a high level of bacterial contamination.
അതായത് ഈ ഒരു മിൽക്ക് സാമ്പിൾ ഇപ്പോൾ ഹൈ ലെവൽ ഓഫ് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ അതിലുള്ള ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസിനൊന്നും ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. ഇനി ഇത് കൂടാതെ മറ്റ് കുറച്ച് കോമൺ ആയിട്ടുള്ള കെമിക്കൽ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, ഈ ഒരു മിൽക്കിൻ്റെ ക്വാളിറ്റീനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആസിഡ് ബേസ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ pH ടെസ്റ്റ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ദ അസിഡിറ്റി ഓർ ആൽക്കലിനിറ്റി ഓഫ് മിൽക്ക്. ദെൻ ഫിനോഫ്തലിൻ ടെസ്റ്റ് ഉണ്ട്. അതെന്താ ചെയ്യുന്നത്, ഡിറ്റക്ട് ദ കോമൺ അസിഡിക് സബ്സ്റ്റൻസ് ഇൻ മിൽക്ക്. പിന്നെ ബ്രോമോക്രിസോൾ ഗ്രീൻ ടെസ്റ്റ് ഉണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്, മെഷർ ദ pH ലെവൽ ഓഫ് മിൽക്ക് ആൻഡ് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആസിഡിക് സബ്സ്റ്റൻസസ്. ദെൻ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ടെസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഗർഭർ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ ബാബ്കോക്ക് ടെസ്റ്റുകളുണ്ട്. ബാബ്കോക്ക് ടെസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലുള്ള ഫാറ്റിൻ്റെ പെർസെൻറ്റേജിന് അത് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജൽദാൽ മെത്തേഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഡ്യൂമാസ് ടെസ്റ്റ് ഉണ്ട്. ഡ്യൂമാസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ പ്രോട്ടീൻ്റെ പെർസെൻറ്റേജിനെ മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഡ്യൂമാസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ലാക്ടോസ് ആൻഡ് മിനറൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഫസ്റ്റ് ഒരു ടെസ്റ്റാണ് ലൈൻ എയ്നോൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ മെഷർ ദ പെർസെൻറ്റേജ് ഓഫ് ലാക്ടോസ് ഇൻ മിൽക്കിലുള്ള ലാക്ടോസിൻ്റെ പെർസെൻറ്റേജിനെയാണ് അവിടെ മെഷർ ചെയ്യുന്നത്. ദെൻ ഫെലിംഗ് ടെസ്റ്റ് ഉണ്ട്. ഫെലിംഗ് ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലാക്ടോസിൻ്റെ പെർസെൻറ്റേജിനെ തന്നെയാണ് മെഷർ ചെയ്യുന്നത്. ദെൻ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി AAS ഉണ്ട്. മെഷർ ദ ലെവൽ ഓഫ് മിനറൽസ് ലൈക്ക് കാൽസ്യം, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം ഇൻ മിൽക്ക്. ദെൻ അഡൾട്ടറേഷൻ ടെസ്റ്റുകൾ വരുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ വരുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയായിരുന്നു, എൽസാരൻ ടെസ്റ്റ് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആഡഡ് വാട്ടർ ഇൻ മിൽക്ക്. ദെൻ ലാക്ടോമീറ്റർ ടെസ്റ്റ് ഉണ്ട്. ദാറ്റ് മെഷർ ദ ഡെൻസിറ്റി ഓഫ് മിൽക്ക് ടു ഡിറ്റർമിൻ ഇറ്റ്സ് പ്യൂരിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിൽക്കിൻ്റെ ഡെൻസിറ്റിനെ അത് മെഷർ ചെയ്യുന്നു. ദെൻ റിഫ്രാക്ടോമീറ്റർ ടെസ്റ്റ് ഉണ്ട്. ദാറ്റ് മെഷർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മിൽക്ക് ടു ഡിറ്റർമിൻ ഇറ്റ്സ് പ്യൂരിറ്റി. അതിൻ്റെ പ്യൂരിറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ അത് മെഷർ ചെയ്യുന്നു. ആ ഒരു ടെസ്റ്റാണ് റിഫ്രാക്ടോമീറ്റർ ടെസ്റ്റ്. അതർ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മിൽക്ക് ക്വാളിറ്റി നോക്കുന്ന അതർ ടെസ്റ്റുകളാണ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ ടെസ്റ്റ്. അതെന്താ ചെയ്യുന്നത്, മിൽക്കിലുള്ള പെസ്റ്റിസൈഡ് റെസിഡ്യൂവിൻ്റെ പ്രസൻസിനെ ഡിറ്റക്ട് ചെയ്യുന്നു. ദെൻ ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിഡ്യൂ ഇൻ മിൽക്ക്. ദെൻ മെലാനിൻ ടെസ്റ്റ് ഉണ്ട്. മെലാനിൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് മെലാനിൻ ഇൻ മിൽക്കിലുള്ള മെലാനിൻ്റെ പ്രസൻസിനെ ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റാണ് മെലാനിൻ ടെസ്റ്റ്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ് ഈ ഒരു മിൽക്കിൻ്റെ ക്വാളിറ്റീനെ നോക്കുന്നത്. ഇത് കൂടാതെ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. മൈക്രോബയോളജിക്കൽ ടെസ്റ്റും പിന്നെ അതുപോലെ തന്നെ അഡൾട്ടറേഷൻ ടെസ്റ്റും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്.